അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ വളരെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ റമളാൻ 17 ബദർ ദിനം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഹിജ്റ 2-ാം വർഷം റമളാൻ 17 നടന്ന ബദർ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധം ആയതുകൊണ്ടാണ് ഈ യുദ്ധത്തെ ബദർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അഹ്ലുൽ ബദർ റളിയല്ലാഹു അൻഹും, ബഹുമാന്യരായ ബദരീങ്ങൾക്ക് വളരെയധികം ശ്രേഷ്ഠത ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അവരുടെ ശ്രേഷ്ഠത എണ്ണമറ്റതാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ബദരീങ്ങളുടെ മഹത്വം അങ്ങ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഇപ്രകാരമായിരുന്നു: മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടാണ് നാം അവരെ കണക്കാക്കുന്നതെന്ന്. ബദരീങ്ങളുടെ മഹത്വം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്, വളരെ മഹത്വമേറിയതാണ്, എണ്ണമറ്റതാണ് അവരുടെ മഹത്വം എന്നുള്ളത്. റുബയ്യ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മഹദിയുടെ കല്യാണ ദിവസം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരികയും വിരിപ്പിന്റെ മുകളിൽ ഇരിക്കുകയും ചെയ്തു. അവിടുന്ന് പെൺകുട്ടികൾ ബദരീങ്ങളുടെ മഹത്വം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് കണ്ടിട്ട് ആ മദ്ഹ് നിർത്തിയിട്ട് അതിലൊരു പെൺകുട്ടി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി, നാളെ എന്ത് സംഭവിക്കുന്നു എന്നറിയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ ആഗതനായിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്ഹ് പറഞ്ഞപ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ദഈ ഹാദിഹി വഖൂലി ബില്ലദീ കുൻതി തഖൂലീൻ, ഇത് നിർത്തിയിട്ട് നിങ്ങൾ ആദ്യം എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത്, അഥവാ ബദരീങ്ങളുടെ മഹത്വം റളിയല്ലാഹു അൻഹു, അത് നിങ്ങൾ തുടരുക എന്ന് പറയുന്നു. അതിൽ നിന്ന് തന്നെ ബദരീങ്ങളുടെ മഹത്വം പറയാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മഹാന്മാരായ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ കറാമത്തുകൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഒരു വ്യക്തി ഹജ്ജിന് പുറപ്പെടുന്ന സമയത്ത് തൻ്റെ വീട്ടിൽ ധാരാളം സമ്പത്തുകളുണ്ട്. അപ്പൊ അതൊക്കെ സംരക്ഷിക്കാൻ, അതിനൊക്കെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി ബദരീങ്ങളുടെ പേര് ആ വീട്ടിൽ എഴുതി വെച്ചിട്ട് പോവുകയാണ്. അങ്ങനെ കള്ളന്മാർ ആ വീട്ടിൽ വരുന്ന സമയത്ത് ഫലമ്മാ സുഇദ സത്ഹ, കള്ളന്മാർ ആ വീട്ടിന്റെ മുകൾ ഭാഗത്ത് കയറിയ സമയത്ത് സമിഉ ഹദീസം വകഅഅത സിലാഹ്, അവരാ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ ആരൊക്കെയോ സംസാരിക്കുന്നതായിട്ടും ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ അവർ കേൾക്കുകയാണ്. അങ്ങനെ അവർ ഭയന്ന് ഓടുകയാണ്. 2-ാം ദിവസവും വന്നപ്പോൾ ഇത് തന്നെ ആവർത്തിച്ചു, 3-ാം ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. അങ്ങനെ ആ ഹജ്ജ് പോയ വ്യക്തി തിരിച്ചു വന്നപ്പോൾ ഈ കൊള്ളസംഘത്തിന്റെ തലവൻ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പം പറയുകയാണ്, ഞാൻ ആകെ ചെയ്തു വെച്ചത് എൻ്റെ വീട്ടിൽ ബദരീങ്ങളുടെ നാമം എഴുതി വെച്ചു എന്നുള്ളതാണ്. അപ്പം ബദരീങ്ങളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ഏത് പ്രയാസഘട്ടത്തിലും ബദരീങ്ങളെ നമുക്ക് മുൻനിർത്തി അള്ളാഹുവിനോട് തേടാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം കൈവരിക്കുന്ന, അലങ്കരിക്കുന്ന മഹത്തുക്കളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് നാം ചോദിക്കുമ്പോൾ അത് അദാലിൽ ഇജാബ, ഉത്തരം കിട്ടാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. മുജറബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബദരീങ്ങളെ മുൻനിർത്തി ദുആ ചെയ്താൽ അതിന് ഉത്തരം പെട്ടെന്ന് ലഭിക്കും. ബദരീങ്ങളുടെ ഇസ്മുകൾ വായിച്ച് നാം ദുആ ചെയ്യുകയാണെങ്കിൽ. ബദരീങ്ങളിൽ ഒന്നാമൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഹബീബ്. അബൂബക്കർ റളിയല്ലാഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചത്, ഒരു തുലാസിന്റെ ഒരു ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഈമാനും മറുഭാഗത്ത് ലോക മുസ്ലിമീങ്ങളുടെ ഈമാനും വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഈമാനിനാണ് ഭാരം കൂടുക എന്ന്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഉക്കാദ ചന്തയിലൂടെ പ്രഭാതത്തിലൂടെ വരുന്ന സമയത്ത് അവിടെ കട തുറന്ന് കച്ചവടം നടത്താൻ തുടങ്ങുന്നവരോട് 500 ദിർഹം ആവശ്യപ്പെടുമ്പോൾ അവർ കച്ചവടം നടത്തിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, തുറന്നതേ ഉള്ളൂ കട, കുറച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങക്ക് തരാം, തരില്ല എന്നല്ല, കുറച്ച് കഴിഞ്ഞ് കച്ചവടമായാൽ അങ്ങക്ക് തരാമെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ തലയറുത്ത് ചെറുവിരൽ മുറിച്ച് മുള്ളിൽ കുത്തി കഴുത്തിൽ മാലയായി ചാർത്തി നടന്ന ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് ഒരു കാലം ഉണ്ടായിരുന്നു. ഏതാണ് ആ കാലം? നിസ്കരിച്ച ശേഷം പള്ളിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകും, ഒരു വീട്ടിലേക്ക് ഓടിപ്പോകും. അങ്ങനെ ഒരു സഹാബി ഒരിക്കലും വീക്ഷിക്കുകയാണ്, എവിടെയാണ് ഈ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഓടിപ്പോവുക എന്ന്. അപ്പോൾ ഒരു വീട്ടിലേക്ക്, ഒരു വൃദ്ധയായ സ്ത്രീ തനിച്ച് താമസിക്കുന്ന വീട്ടിലേക്ക് പോവുകയും ആ വൃദ്ധയായ സ്ത്രീയുടെ മനോഹരിച്ചത് അവിടെ നിന്ന് കാഷ്ടമൊക്കെ വൃത്തിയാക്കുകയാണ്. ഭക്ഷണം പാചകം ചെയ്ത് ആ വൃദ്ധക്ക് വാരിക്കൊടുക്കുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പോയ ശേഷം ഈ സ്വഹാബി ആ വീട്ടിൽ ചെന്ന വൃദ്ധയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പം ഈ വന്നുപോയത് ആരെന്നറിയുമോ? അപ്പൊ വൃദ്ധ പറയുന്നുണ്ട്, നല്ല മനുഷ്യനാണെന്നറിയാം, എല്ലാ ദിവസവും വന്ന് ഇപ്രകാരം ചെയ്യും, പക്ഷെ ആരാ എനിക്കറിയില്ല. അപ്പൊ ആ സ്വഹാബി തിരിച്ചു പറയുന്നുണ്ട്, എല്ലാ സാമ്രാജ്യവും അടക്കി ഭരിച്ച
എല്ലാ രാജാക്കന്മാരും ഭയപ്പെടുന്ന ഇസ്ലാമിക ഭരണകൂടത്തിന്റെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണതെന്ന്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബാക്കിയുള്ള എല്ലാ അഹ്ലു ബദർ റളിയല്ലാഹു അൻഹു അവരെ മുൻനിർത്തിയിട്ട് നമുക്ക് ചോദിക്കണം. അതിന് ഏത് വലിയ പുത്തനാശയക്കാർ വന്നത് പറ്റില്ല എന്ന് പറഞ്ഞാലും അതിന് എത്രയൊക്കെ തെളിവുകളുണ്ട് അവരുടെ മദ്ഹ് പറയുന്നതിനൊക്കെ തടയുന്നതിൽ നിന്നും. ഞാൻ ആദ്യം പറഞ്ഞ റുബയ്യ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ആ സംഭവം, ആ റിവായത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം അവന്റെ സ്വർഗീയ ആരാമത്തിൽ അഹ്ലുൽ ബദർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നമുക്ക് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഹ്ലുൽ ബദർ റളിയല്ലാഹു അൻഹുവിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഈ വിലയേറിയ ദിനരാത്രങ്ങളിലുള്ള വിലയേറിയ ദുആയിൽ ഈ വിനീതനും ഉൾപ്പെടുത്തണമെന്ന ദുആ വസിയത്ത് കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.